സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു യൂട്യൂബിൽ ഒരു പാസ്റ്റർ അന്യഭാഷയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തേക്കുന്നതായിട്ട് ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഞാൻ അല്പസമയം അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അന്യഭാഷ എന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. അതായത് വളരെ ദീർഘമായ സമയം ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുവാനുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോയുടെ സമയം അധികമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് 2-3 ഭാഗങ്ങളായിട്ട് അത് പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ അന്യഭാഷ എന്ന് പറയുന്നത് ഈ പെന്തക്കോസ്ത് സഭകൾ വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു വരമാണ്. അപ്പോൾ ആ അന്യഭാഷാ വരത്തിന് അധിക പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അനേകർക്കും യഥാർത്ഥമായ ഒരു അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഇതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അന്യഭാഷാവരം എന്ന് പറയുന്ന ഒരു ആത്മവരമാണ്. ഈ അന്യഭാഷാവരത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഏക വ്യക്തി പൗലോസ് അപ്പോസ്തലനാണ്. വേറെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാരും അന്യഭാഷയെക്കുറിച്ച് ഒന്നും ആധികാരികമായി സംസാരിച്ചിട്ടില്ല. അവർ അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അന്യഭാഷ സംസാരിക്കുന്നതിനെക്കുറിച്ച് വിശ്വാസികളെ പഠിപ്പിച്ച അല്ലെങ്കിൽ ക്രമീകരണം വരുത്തണമെന്ന് വിശ്വാസികളോട് പറഞ്ഞ വ്യക്തി പൗലോസ് അപ്പോസ്തലനാണ്. അപ്പോൾ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന, മറ്റു വരങ്ങളെക്കാളെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വരമാണ് അന്യഭാഷാ വരം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ഒന്ന് മാറ്റിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. അന്യഭാഷ നിന്നുപോയെന്നും അങ്ങനെ ഒരു വരം നിലവിലില്ല എന്നും പഠിപ്പിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികളുണ്ട്. നേരെ തിരിച്ച് അതിനെതിരായിട്ട് പഠിപ്പിക്കുന്നവരുണ്ട്. അതായത് അന്യഭാഷ നിന്നു പോയിട്ടില്ല, അതിപ്പോഴുമുണ്ട്, അത് സത്യമാണ്, തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസികളുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് രണ്ടുമല്ല. അന്യഭാഷ ഉണ്ടെന്നോ അന്യഭാഷ ഇല്ലെന്നോ അത് നിന്നുപോയെന്നോ ഇപ്പോഴും ഉണ്ടെന്നോ ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അന്യഭാഷാ വരം എന്ന് പറയുന്നത് പ്രവചനവരം എന്ന് പറയുന്ന വരത്തേക്കാൾ താഴ്ന്നതാണ്. അല്ലെങ്കിൽ ഈ അന്യഭാഷയെക്കുറിച്ച് പഠിപ്പിച്ച പൗലോസ് അപ്പോസ്തലൻ ഊന്നൽ കൊടുക്കുന്നത് അന്യഭാഷാ വരത്തിനല്ല, മറിച്ച് പ്രവചനവരത്തിനാണ് എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് അവർ പ്രവചനവരത്തേക്കാൾ അധികമായി അന്യഭാഷാ വരത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അന്യഭാഷാ വരത്തേക്കാൾ അധികമായി പ്രവചനവരത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ അന്യഭാഷാ വരത്തെക്കുറിച്ചും പ്രവചന വരത്തെക്കുറിച്ചുമെല്ലാം ആധികാരികമായി പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് താഴ്മയായിട്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ദയവായി 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു കാര്യം പറയുമ്പോൾ അതിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്
അന്യഭാഷ വരം എന്നുള്ളത് പ്രവചന വരത്തേക്കാൾ താഴ്ന്നൊരു വരമാണ്. അതിന്റെ കാരണം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 14 അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവൻ ആത്മാവിന്റെ പ്രചോദനത്താൽ ചില സത്യങ്ങൾ സംസാരിക്കുന്നു. അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. എന്നാൽ പ്രവചനവരമുള്ളവൻ ദൈവത്തിന്റെ സന്ദേശം പ്രഖ്യാപനം ചെയ്യുന്ന പ്രവാചകനാണ്. അവൻ മനുഷ്യരോട് സംസാരിക്കുകയും അവർക്ക് സഹായവും ധൈര്യവും ആശ്വാസവും പകരുകയും ചെയ്യുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ആത്മീയമായി സ്വയം വളരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രവചനവരമുള്ളവൻ സഭയുടെ ആകമാനമായ ആത്മീയ വളർച്ചയെ സഹായിക്കുന്നു. അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഊന്നി പറയുന്നത് ഇതാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്വയമായിട്ട് ആത്മീയ വർധനവ് ലഭിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ പ്രവചനപരമുള്ള ഒരു വ്യക്തി പ്രവചനപരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ സഭയുടെ ആകമാനമായ ആത്മീയ വർധനവിന് അത് പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് അന്യഭാഷയേക്കാൾ അധികമായിട്ട് നിങ്ങൾ പ്രവചിക്കുവാനുള്ള വരം പ്രാപിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് 14 അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഷാവരം ലഭിച്ച് സംസാരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എന്നാൽ അതിനേക്കാൾ അധികമായി ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവചനവരം ലഭിക്കണം എന്നാണ്. ഭാഷാവരമുള്ളവന്റെ വാക്കുകൾക്ക് സഭയ്ക്ക് ആകമാനം പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം വ്യാഖ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ അവനേക്കാൾ വലിയവനാണ് പ്രവചനവരമുള്ളവൻ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അന്യഭാഷാവരം എന്ന് പറയുന്ന വരം അതുള്ള വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ആത്മീയ വർധനവിന് പ്രയോജനമുള്ള ഒരു വരമാണ്. ആ വരം കൊണ്ട് സംസാരിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ലാതെ സഭയിലുള്ള മറ്റൊരു വ്യക്തിക്കും ആ വരം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ പ്രവചനവരം എന്ന് പറയുന്ന ആ വരം പ്രവചിക്കുന്ന വ്യക്തിക്ക് മാത്രമല്ല, ആ പ്രവചനം കേൾക്കുന്ന സഭയിലെ ആകമാന വ്യക്തികൾക്കും അത് ആശ്വാസത്തിനും പ്രബോധനത്തിനും ആത്മീയ വർധനവിനും കാരണമായി തീരുന്നു എന്നതുകൊണ്ട് പ്രവചനവരം അന്യഭാഷാ വരത്തേക്കാൾ വലിയതാണ്. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അന്യഭാഷാ വരമുള്ള വ്യക്തിയേക്കാൾ വലിയവനാണ് പ്രവചനവരം ഉള്ള വ്യക്തി. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? അന്യഭാഷാവരം ദൈവത്തോട് ഒരു വ്യക്തി ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് മാത്രം. എന്നാൽ പ്രവചനവരം എന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി പ്രവാചകൻ മനുഷ്യരോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്ദേശം പ്രാപിച്ച ഒരു വ്യക്തി മനുഷ്യർക്ക് ആ സന്ദേശം പകർന്നു കൊടുക്കുന്നതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം മറ്റ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ. അതിനെയാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പൊ പ്രവാചകൻ അന്യഭാഷക്കാരനേക്കാൾ വലിയവനായിരിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഒന്ന്, അവൻ ദൈവത്തെ വെളിപ്പെടുത്തുകയും
ദൈവം അവനോട് സംസാരിച്ച കാര്യങ്ങൾ അവൻ ജനത്തോട് അറിയിക്കുകയും ചെയ്യുന്നു. അതായത് ജനത്തിന് വേണ്ടി സംസാരിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പൊ ജനത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുവാൻ ദൈവം നൽകുന്ന ഒരു വരമാണ് പ്രവചനവരം എന്ന് പറയുന്നത്. അപ്പൊ പ്രവചനവരമുള്ള വ്യക്തി ദൈവത്തിന്റെ സന്ദേശം പ്രാപിച്ച് ജനത്തോട് സംസാരിക്കുന്നവനായതുകൊണ്ട് ജനത്തിന് ആത്മീയ വർധനവും സഭയ്ക്ക് ആകമാനം ആത്മീയ വർധനവും ലഭിക്കുന്നത് കൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവനേക്കാൾ പ്രവചനവരമുള്ളവൻ വലിയവനാണ്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ പെന്തക്കോസ്ത് സഭകളെ ശ്രദ്ധിച്ചാൽ അവർ ഏതൊരു വരത്തേക്കാളും, എത്രയോ വരങ്ങളുണ്ട്, ആത്മീയ വരങ്ങളിൽ എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രധാനം കൊടുക്കുന്ന വരമാണ് അന്യഭാഷാ വരം എന്നുള്ളത്. എന്നാൽ വേദപുസ്തകത്തിൽ അന്യഭാഷാ വരത്തെക്കുറിച്ച് സംസാരിക്കുന്ന അപ്പോസ്തലൻ അതിനേക്കാൾ വിലമതിക്കുന്നതും ഉയർത്തി സംസാരിച്ചതും പ്രവചനവരത്തെയാണ്. എന്നാൽ വിശ്വാസികൾ അതിനെ പെന്തക്കോസ്ത് സഭാവിഭാഗങ്ങളിലുള്ള ശുശ്രൂഷകന്മാരും വിശ്വാസികളും അതിനെ നേരെ തലതിരിച്ചാണ് കാണുന്നത്. അവർ പ്രവചനവരത്തെക്കാളും വലിയതായിട്ട് കാണുന്നത് അന്യഭാഷാവരമാണ്. അപ്പോ വേദപുസ്തകത്തിൽ ദൈവദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ക്രമത്തിന് നേരെ എതിരായിട്ടാണ് ഈ അന്യഭാഷാവരത്തെക്കുറിച്ചും പ്രവചനവരത്തെക്കുറിച്ചും ഈ സഭകൾ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. എന്നാൽ പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, അന്യഭാഷയിൽ സംസാരിക്കുന്നത് മറ്റ് ഒരു വിശ്വാസികൾക്കും സഭയ്ക്കും ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു വരമാണ്. അതുകൊണ്ട് അത് ആ വ്യക്തിക്ക് മാത്രം ആത്മീയ വർധനവ് വരുത്തുന്നത് കൊണ്ട് പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവനാണ്. അപ്പോൾ പ്രവചിക്കുക എന്ന് പറയുന്നത്, ഞാൻ വ്യാഖ്യാനിച്ചു, ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം ജനത്തോട് പറയുവാനായിട്ട് ദൈവം സന്ദേശം നൽകുന്ന ആ വ്യക്തിയാണ് പ്രവാചകൻ. അങ്ങനെ ആ സന്ദേശം പറയുവാനായിട്ട് ദൈവം നൽകുന്ന വരമാണ് പ്രവചനവരം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അന്യഭാഷ നിന്നുപോയെന്നല്ല, അന്യഭാഷ ഇപ്പോൾ ഉണ്ടെന്നുമല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോഴത്തെ അന്യഭാഷ ദൈവികമാണോ പൈശാചികമാണോ മറ്റേതെങ്കിലും പ്രേരണയാൽ സംസാരിക്കുന്നതാണോ എന്നുള്ള കാര്യമൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അന്യഭാഷ സംസാരിക്കുന്നത് സത്യമായിട്ടാണെങ്കിൽ, ദൈവികമായിട്ടാണെങ്കിൽ പോലും, സത്യമായിട്ടാണെങ്കിൽ പോലും, ആത്മാവിന്റെ നിറവിലാണെങ്കിൽ പോലും അതിനേക്കാൾ വലിയവൻ പ്രവചിക്കുന്നവനാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ അന്യഭാഷ പറയുന്നത് ആത്മാവിലായിരിക്കാം, സത്യസന്ധമായിട്ടായിരിക്കാം, യഥാർത്ഥ അന്യഭാഷ ആയിരിക്കാം. എന്തായാലും അതിനേക്കാൾ വലിയവൻ പ്രവചനപരമുള്ളവനാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ പ്രവചിക്കുവാനുള്ള വരത്തിനു വേണ്ടി അധികം വാഞ്ചിക്കണം എന്നാണ് പറയുന്നത്. കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ അദ്ദേഹം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ പ്രവചിക്കുവാനുള്ള വരം എല്ലാവരും പ്രാപിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയാം, ഇനി അടുത്ത ഒരു പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് അന്യഭാഷാവരത്തെക്കുറിച്ചും പ്രവചനവരത്തെക്കുറിച്ചും ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സമയം അധികമായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്, ഈ ദൈവസഭയ്ക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അന്യഭാഷ
സ്വയം ആത്മീയ വർധന വരുത്തുന്ന ഒരു വരമാണ്. അത് എത്ര പരമാർത്ഥമായതാണെങ്കിലും സത്യസന്ധമായതാണെങ്കിലും ദൈവദത്തമാണെങ്കിലും അതിനേക്കാൾ ഉന്നതൻ പ്രവചനപരമുള്ള വ്യക്തിയാണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന പക്ഷം അന്യഭാഷയെക്കുറിച്ചും പ്രവചനപരത്തെക്കുറിച്ചും അത് ദൈവസഭയിൽ എങ്ങനെ ക്രമമായി ചെയ്യണമെന്നതിനെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം നമ്മളെ സൂക്ഷിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വീഡിയോ ശ്രദ്ധിച്ച എല്ലാ സഹോദരന്മാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ സഹവിശ്വാസികൾക്ക് ഇത് പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.